ആയുധ പരിശീലനം. ആ ഒരു ചടങ്ങാണ് ഇത്. ഈ അമ്പെയ്ത്ത് ലക്ഷ്യത്തിലെത്തിക്കുക. പതിവ് തെറ്റിച്ചില്ല. കാരിയിൽ മുടങ്ങാതെ ഇത്തവണയും അമ്പെയ്ത്ത്. അനുഷ്ഠാന പെരുമയിൽ ചെറുവത്തൂർ കാരി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ മുറ തെറ്റാതെ ഇക്കുറിയും അമ്പെയ്ത്ത് നടന്നു. ഓണക്കാലത്ത് ചെറുവത്തൂർ കാരിയിൽ ഗ്രാമത്തിന്റെ മാത്രം സവിശേഷമായ കാഴ്ചയാണ് അമ്പെയ്ത്ത്. കാരിയിൽ ആലിൻകീഴിൽ വിഷ്ണുമൂർത്തി ക്ഷേത്ര ഇടുവിലാണ് ഓണക്കാഴ്ചയായി അമ്പെയ്ത്ത് നടക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ചില ക്ഷേത്രങ്ങളിൽ അർദ്ധവൃത്താകൃതിയിലുള്ള ഇടു എന്ന വലിയ മൺതിട്ട കാണാമെങ്കിലും കാരിയിൽ ക്ഷേത്രത്തിലെ ഇടുവിൽ മാത്രമാണ് അമ്പെയ്ത്ത് നടക്കുന്നത്. അതും ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ മാത്രം. ഉത്രാടം നാളിലാണ് നമുക്ക് ഈ അമ്പെയ്യാൻ തുടങ്ങുന്നുണ്ട്. കൂമ്പ് പൊളിച്ച് തലേന്നാൾ രാത്രിക്ക്, ഇന്നേരം തലേന്നാൾ രാത്രിക്ക് കാവക്കാർ മറ കിട്ടുന്നു. ആദ്യത്തെ മുൻകൈ കാവക്കാരൻ്റെ വീട്ടിൽ വെച്ചിട്ട് തേങ്ങ, കാരണം ഒരു 3-ാം കൊല തേങ്ങ പറിച്ച് അത് പൊളിച്ച് അത് കുതഞ്ഞെടുത്തിട്ടാണ് കൂമ്പാക്കേണ്ടത്. അത് കൂമ്പെടുത്തിട്ട് രാക്കൊണ്ട് 4 മണിക്ക് ഇവിടെ കെട്ടി തൂക്കൽ, അതിൻ്റെ താളം ചപ്പലി കെട്ടി വെക്കലാണ് ആ ഒരു ചടങ്ങ്. ആ ചടങ്ങ് നടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇത് കൊത്തുന്ന ഒരു ചടങ്ങുണ്ട്. അത് കർക്കിടക മാസം ലാസ്റ്റ്, കർക്കിടം പിന്നെ ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ കർക്കിടകം 18ഉം 19ഉം കഴിഞ്ഞ് ഓലകെട്ടലും കഴിഞ്ഞപ്പാട് പിന്നെ 20-ാം തീയതിക്കുള്ളിൽ തന്നെ ഇട് കത്താൻ തുടങ്ങും. പിന്നെ ഇപ്പം വൈകിയുണ്ട് നമുക്കെന്ന് പറഞ്ഞാൽ പിന്നെ 28-ന് പിന്നെ ഇട് കത്താൻ, കർക്കിടം 28-ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കർക്കിടം പറക്കുന്ന ശങ്കരം വരെ 3 ദിവസം കൊത്തിക്കഴിഞ്ഞാൽ പിന്നീട് സമയമുണ്ട് നമുക്ക് മെല്ലെ കൊത്തിയാൽ മതി. ഓണം ആദ്യം വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കർക്കിടക മാസം തന്നെ ഏകദേശം കൊത്തി തീർക്കേണ്ടി വരും. ഇതാണ് ചടങ്ങ്. പിന്നെ പറഞ്ഞാൽ നമുക്ക് കൂമ്പ് പിന്നെ 3 ദിവസം, ആദ്യം നടുവിൽ 3 ദിവസം, 3-ാം ദിവസം 2 സൈഡിലും ഇങ്ങനെ ഒരു കാവക്കാരൻ വീട്ടിൽ നിന്ന് പൊളിച്ച് കഴിഞ്ഞാൽ 2-ാം ദിവസം കൂട്ടിയക്കാരൻ വീട്ടിൽ നിന്ന്, 3-ാം ദിവസം മറ്റേ കാവക്കാരൻ വീട്ടിൽ നിന്നാണ് ചെയ്യേണ്ടത്. അത് അന്നേരം പ്രവർത്തിക്കാരന്മാരുണ്ട്, അവർ ഞങ്ങൾ വീട്ടിൽ ചെയ്യണമെന്ന് പറഞ്ഞ താല്പര്യം ഉണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ചടങ്ങ്. പിന്നെ ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊരു കോട്ട, പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തുളുനാട് എന്നാണ്. പിന്നെ തുളുനാട് ഈ ഇടു എന്ന് പറഞ്ഞാൽ തുളു ഭാഷയിൽ ലക്ഷ്യം എന്നതിൻ്റെ ഒരു രീതിയിലാണ് പറയുന്നത്. ഇതൊരു കോട്ടയിൽ വെച്ചിട്ട് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ആയുധ പരിശീലനം, ആ ഒരു ചടങ്ങാണ് ഇത്. ഈ അമ്പെയ്ത്ത് ലക്ഷ്യത്തിലെത്തിക്കുക എല്ലാ ഒരു ഇതാണ് പറയുന്നത്. പൊതിച്ച തേങ്ങ വെള്ളത്തിൽ കുതിർത്ത് ചിരട്ട പൊട്ടിച്ചെടുത്ത കാമ്പാണ് ഇടുവിൽ ലക്ഷ്യമായി വെക്കുക. ആദ്യ 2 ദിവസം ഇടുവിന്റെ മധ്യഭാഗത്തും അവിട്ടം നാളിൽ ഇടുവിന്റെ നടുവിലും ഇരുഭാഗങ്ങളിലും ലക്ഷ്യമായി കാമ്പ് തൂക്കിയിടും. മുള കൊണ്ടുണ്ടാക്കിയ വില്ലും കുരുത്തോലയുടെ ഈർക്കിൽ കൊണ്ടുണ്ടാക്കിയ അമ്പുമാണ് അമ്പെയ്ത്തിനായി ഉപയോഗിക്കുന്നത്. ക്ഷേത്രം സ്ഥാനികർ, 4 വീട്ടുകാർ, നാട്ടുകാർ എന്നിവരെല്ലാം അമ്പെയ്ത്തിൽ പങ്കെടുക്കും. ഇടു എന്ന തുളുവാക്കിന്റെ അർത്ഥം ലക്ഷ്യം എന്നാണ്. പഴയകാലത്ത് ഗ്രാമീണ സമൂഹത്തിലെ അമ്പെയ്ത്ത് പരിശീലന കേന്ദ്രങ്ങളായിരുന്നു ഇടുക്കൾ എന്നാണ് പറയപ്പെടുന്നത്. ഗ്രാമീണ ജനതയുടെ ഓണശീലങ്ങളിൽ നിന്നും പടിയിറങ്ങാത്ത അനുഷ്ഠാനമാണ് അമ്പെയ്ത്ത് എന്ന് പറയാതെ വയ്യ. 3 ഡോട്ട്സ് മീഡിയ, പയ്യന്നൂർ.